കേരളത്തിലെ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ കോഴിയിറച്ചിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് സംസ്ഥാന പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1989 രൂപീകരിക്കുമ്പോഴുണ്ടായിരുന്ന മുഖ്യമായ ലക്ഷ്യങ്ങൾ. ഇറച്ചി സംസ്കരിച്ച് വിപണനം ചെയ്യുക, അങ്ങനെ കർഷകരെ സഹായിക്കുക, കോഴി തീറ്റ ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ തന്നെ ഈ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. ഇതിനൊക്കെ വേണ്ടിയാണ് ഈ സ്ഥാപനം 21 വർഷം മുമ്പ് സ്ഥാപിച്ചത്. ആദ്യം കോഴി ഇറച്ചി ഉൽപ്പാദനത്തിലും അല്ലെങ്കിൽ ഇറച്ചിക്കോഴി ഉൽപ്പാദനത്തിലും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ വിരിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പക്ഷേ പിന്നീട് സംസ്ഥാനത്തിൻ്റെ മുട്ട ഉൽപ്പാദനത്തിലൂടെ കേന്ദ്രീകരിക്കേണ്ട ഒരു അവസ്ഥ സംസ്ഥാന പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സംജാതമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2001 തൊട്ട് ഈ മുട്ട ഉൽപ്പാദനത്തിൽ അല്ലെങ്കിൽ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിലും കെപ്കോ 2001 മുതൽ ശ്രമിച്ചിട്ടുണ്ട്. ഈ 22 വർഷ കാലയളവിൽ ഏറ്റവും കൂടുതൽ കെപ്കോ ജനങ്ങളിലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ 3-4 വർഷം കൊണ്ടാണെന്നുള്ളതാണ്. കാരണം അത് 2-3 കാര്യങ്ങൾ വ്യക്തമായി പറയാം. ഒന്നാമത്തെ കാര്യം, സംസ്ഥാനത്തിൻ്റെ മുട്ട ഉൽപ്പാദനത്തിലുണ്ടായ ഒരു കുതിച്ചുചാട്ടം. അതായത് 119 കോടിയിൽ നിന്നും 180 കോടിയിലേക്ക് കഴിഞ്ഞ 5 വർഷം കൊണ്ട് മുട്ട ഉൽപ്പാദനത്തിലുണ്ടായ ഒരു കുതിച്ചുചാട്ടം. രണ്ടാമത്തെ കാര്യത്തിന് ആഭ്യന്തര കോഴിയിറച്ചി ഉൽപ്പാദനത്തിലുണ്ടായ വളർച്ച. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെപ്കോയുടെ തന്നെ ടേൺ ഓവറിൽ 2 കോടിയിൽ നിന്നും 24 കോടിയിലേക്ക് വളരുന്നു. അതായത് ഏതാണ്ട് 12 മടങ്ങ് വളരുന്നു. അപ്പോൾ സ്വാഭാവികമായും കെപ്കോ വളർന്നു, അതോടൊപ്പം തന്നെ കെപ്കോ ലാഭത്തിലേക്ക് നീങ്ങി. അതിലൊക്കെ ഉപരിയായിട്ട് സംസ്ഥാനത്ത് മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു, സംസ്ഥാനത്ത് ആഭ്യന്തര കോഴിയിറച്ചി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. ഈ പറഞ്ഞിട്ട് ഉൽപ്പാദനവും ഈ പറഞ്ഞിട്ട് സംസ്കരണവും വിപണനവും നടത്തുന്ന ഒരു ഏജൻസിയായിട്ട് നമുക്ക് വളരാൻ കഴിഞ്ഞാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്തെ നഗരവാസികൾക്ക്, പ്രത്യേകിച്ച് അനന്തപുരിയിലുള്ള നമ്മുടെ നഗരവാസികൾക്ക് കെപ്കോ എന്ന് പറയുന്ന ഉൽപ്പന്നം അത്രത്തോളം ഭയങ്കര പ്രിയങ്കരമായി കഴിഞ്ഞു. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നതാണ്, ഇതിനകത്ത് കലർപ്പില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ കർഷകരിൽ കൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കോഴിയിറച്ചി എന്തുകൊണ്ടും പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ പാർശ്വഫലങ്ങളുണ്ടാവുന്ന രാസവസ്തുക്കളില്ലാത്തതാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ കെപ്കോയ്ക്ക് പോയി ഭയങ്കരമായിട്ടുള്ള ജനമനസ്സുകളിൽ ഒരു അംഗീകാരം കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അതായത് പ്രൊഡക്ഷൻ ബൈ മാസസ് എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ് നമ്മൾ വീട്ടമ്മയുടെ അരുമ കോഴികൾ, ഗ്രാമം നിറയെ കോഴികൾ, അതുപോലെ തന്നെ കുഞ്ഞു കൈകളിൽ കുഞ്ഞ് സ്കൂൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവരിൽ കൂടെ ഈ പറയുന്ന കുറച്ച് മുട്ട ഉൽപ്പാദിപ്പിച്ചെടുക്കാനും അവർക്കിതിലേക്കുള്ള ഒരു പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കാനും ഒരു ബോധം വളർത്തിയെടുക്കുവാനും, അതോടൊപ്പം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെപ്കോ ഗ്രാമങ്ങൾ, അതുപോലെ തന്നെ കോഴി വളർത്തൽ ഗ്രാമങ്ങൾ, ഇങ്ങനെ നൂതനമായ പല പദ്ധതികളും അത് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട്, കഴിഞ്ഞ ഇത്രയും നാൾ കൊണ്ട് ജനം 2 കൈ നീട്ടി, വീട്ടമ്മമാർ 2 കൈ നീട്ടി സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലക്ഷക്കണക്കിന് വീട്ടമ്മമാരെ കൊണ്ടാണ് കേരളത്തിലേക്ക് ആവശ്യമായ മുട്ട ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരുപാട് ഇനി മുന്നോട്ട് പോകാനുള്ളത്. ഞങ്ങൾ ആദ്യം നമ്മളൊരു ഇവിടെ താറാവ് വളർത്ത കേന്ദ്രം കുട്ടിയത്ത് തുടങ്ങി. അവിടുന്ന് നമ്മൾ കക്കി ക്യാമ്പൽ ഇനത്തിൽപ്പെട്ട താറാവുകൾ, അത് മുട്ടയിടുന്നതാണ്, അതിനെ ഒരുപാട് പേർക്ക് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് കൂടുതൽ ഡിമാൻഡ് വിഗോവ എന്ന് പറയുന്ന ഒരു താറാവ്. അപ്പം ഈ വിഗോവ എന്ന് പറഞ്ഞാൽ ഇറച്ചിക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഒരു താറാവാണ്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഞങ്ങൾ വിഗോവയുടെ പേരൻറ് സ്റ്റോക്കിനാണ് ഇപ്പോൾ വളർത്തിയിരിക്കുന്നത്. അത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തേക്ക് ഇനി ആർക്കും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം വിഗോവ താറാം കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല നിലവാരമുള്ള കുഞ്ഞുങ്ങളെ കിട്ടുന്ന, ഗുണമേന്മയുള്ള താറാം കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഒരു സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിയത്തേതായിട്ടുണ്ട്.
സംസ്കരണശാലയിലേക്ക് ആവശ്യമായ കോഴികളെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള വിലയ്ക്കനുസരിച്ച് നമ്മൾ എപ്പോഴും വാങ്ങിക്കണം. പക്ഷേ പ്രോസസ്സ് ചെയ്ത് വിൽക്കുമ്പോൾ നമുക്ക് വില കൂട്ടാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ഈ പ്രൊഡക്ഷൻ കോസ്റ്റിൽ നമുക്കൊരു കൺട്രോളും ഇല്ല. അത് വിപണിയിൽ കോഴിയുടെ വില മാറുന്നതനുസരിച്ച് മാറും. എന്നാൽ വില നമുക്ക് കൂട്ടാൻ പറ്റില്ല. അങ്ങനെ നഷ്ടം സഹിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വിചാരിച്ചത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് കർഷകരെ കൂടെ സഹായിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിക്കുഞ്ഞും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിത്തീറ്റയും ഞങ്ങൾ കർഷകർക്ക് നൽകി, അവർക്ക് വളർത്തുകൂലി നൽകി. 5000 കോഴി വളർത്തുന്ന ഒരു കർഷകന് ഒരു റിസ്ക് എടുക്കാതെ 40,000 രൂപ കിട്ടും 40 ദിവസം കൊണ്ട്. എന്നിട്ട് അത് ഞങ്ങൾ ബൈബാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടുന്ന് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ മുട്ടക്കോഴിയുടെ കാര്യത്തിലും മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയും തീറ്റയും കർഷകർക്ക് കൊടുത്തിട്ട് 45-60 ദിവസം ആകുമ്പോൾ തിരിച്ചെടുത്ത് ഞങ്ങൾ ഇതുപോലെ ഈ വീട്ടമ്മയുടെ എരുമ കോഴികൾ, ഗ്രാമതര കോഴികൾ പദ്ധതികൾ കൊണ്ട് വിതരണം ചെയ്യും. മേഖലാടിസ്ഥാനത്തിൽ ആണ് അങ്ങനെ ഒരു കാര്യത്തിൽ നോക്കുന്നത്. കാരണം ഇറച്ചിക്കോഴി കൂടുതൽ ലാഭകരമായി വളർത്താൻ പറ്റുന്ന ഇടുക്കി മേഖലയിലാണ്. ഇടുക്കി ജില്ലകളിൽ അങ്ങനെ തണുപ്പ് കൂടിയ കാലാവസ്ഥ. മുട്ടക്കോഴികളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നതിന് വേണ്ടി ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ തോന്നുന്നു. അതുപോലെ തന്നെ കൂടുതൽ അഴിച്ചുവിട്ട് വളർത്താൻ സ്ഥലമുള്ള മേഖലകളിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇപ്പം 5 കോഴിക്കുന്ന പകരം 10 കോഴിയെ കൊടുക്കുന്നു. അങ്ങനെ ഈ ഇപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ വീട്ടമ്മമാരെ കൊണ്ട് ഈ പണ്ട് പറഞ്ഞതിൻ്റെ വിട്ട് എനിക്ക് തോന്നുന്നത് ഒരു വീട്ടിൽ 1, 2, 3 കോഴിയെങ്കിലും വളർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്വയം പര്യാപ്തയിൽ എത്തിച്ചേരാൻ കഴിയും. കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് ഗുണകരവും രുചികരവും അതോടൊപ്പം തന്നെ പാർശ്വഫലങ്ങളില്ലാത്ത സംശുദ്ധമായ ആഹാരം ഇറച്ചി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഈ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഒരു വലിയ സുപ്രധാന പങ്ക് ഞങ്ങൾ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട ഉൽപ്പാദിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അത് വീട്ടിൽ വളർത്തുന്ന കോഴിയാണെങ്കിൽ സ്വാഭാവികം നമുക്കറിയാം നല്ല മുട്ടയായിരിക്കും. അപ്പോൾ അതുകൊണ്ടുകൊണ്ട് ഉൽപ്പാദനം വർദ്ധിക്കണം, കർഷകനെ സഹായിക്കണം, അതുപോലെ ഉപഭോക്താവിനെ സഹായിക്കണം, മലയാളിയുടെ ആരോഗ്യം സംരക്ഷിക്കണം. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഈ 3 പോയിന്റുകളിലും ഞങ്ങൾ ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അന്തർദേശീയ തലത്തിൽ ഏറ്റവും അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പൗൾട്രി ഫാമിങ്ങും അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മീറ്റ് ടെക്നോളജി 2 കോഴ്സുകൾ തുടങ്ങാനായിട്ട് കണ്ടെത്തിയത് കെപ്കോയാണ്. അത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് തന്നെ അറിയാം. കാരണം പ്രൊഡക്ഷനും അതുപോലെ തന്നെ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങും ഒരുപോലെ നടത്തുന്ന ഒരു സ്ഥാപനം, ഏത് രീതിയിലും ട്രെയിനിങ് കൊടുക്കാൻ സജ്ജമായ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ബാച്ച് കഴിഞ്ഞു, 2ാമത്തെ ബാച്ചിന് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്.
തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് ഭക്ഷ്യസുരക്ഷയും അതുപോലെ സുരക്ഷിത ഭക്ഷണവും ഞങ്ങൾ മുദ്രാവാക്യം വെച്ചിരിക്കുന്ന ഞങ്ങളുടെ മുദ്രാവാക്യം അതാണ്. അപ്പം സേഫ് ഫുഡും സെക്യൂർ ഫുഡും എന്നുള്ളതാണ്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റിയും വേണം, അതോടൊപ്പം തന്നെ ഫുഡ് സേഫ്റ്റിയും വേണം. ഈ രണ്ടിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നയപരിപാടികൾ വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. അത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മന്ത്രിയാണെങ്കിൽ തന്നെയും മുൻമന്ത്രി അതിനകത്ത് പ്രത്യേകം താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് തന്നെ അറിവുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് മണ്ഡലങ്ങളൊക്കെ നടപ്പിലാക്കിയ പദ്ധതികൾ അതിനകത്തൊക്കെ അദ്ദേഹം ഒരുപാട് സന്തുഷ്ടനുമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് ഈ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ മേഖലയിൽ ഒരുപാട് വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അതോടൊപ്പം നിൽക്കാനും തയ്യാറാണ്.